ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന US കമ്പനികളെ ഇന്നു മുതൽ ആക്രമിക്കുമെന്ന് ഇറാൻ. ജീവനക്കാർ ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുന്നറിയിപ്പ്. US ഇസ്രായേൽ സേനകൾ ഇറാനിലെ മരുന്ന് കമ്പനികളും യൂണിവേഴ്സിറ്റികളും ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭീഷണി. ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന US കമ്പനികളെ ഇന്നു മുതൽ ആക്രമിക്കുമെന്നും ജീവനക്കാർ ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി ടെഹ്റാൻ സമയം 8 മുതൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. US ഇസ്രായേൽ സേനകൾ ഇറാനിലെ മരുന്ന് കമ്പനികളും യൂണിവേഴ്സിറ്റികളും ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ഭീഷണി ഇറാൻ മുഴക്കിയിരിക്കുന്നത്. ടെഹ്റാനിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ ബോംബിട്ട് തകർത്ത മരുന്ന് കമ്പനിയുടെ ചിത്രം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. രാജ്യത്ത് ഇതിനകം 21 യൂണിവേഴ്സിറ്റികളാണ് ഇസ്രായേൽ തകർത്തത്. മറ്റ് അക്കാദമിക് സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇറാനിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റികൾ പലതും ഇസ്രായേൽ തകർത്തുവെന്നും ഇതിന് തിരിച്ചടിയായാണ് ഗൾഫ് മേഖലയിലുടനീളം ഇറാൻ അമേരിക്കൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നതെന്നുമാണ് വിവരം. മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികളെയും ആക്രമിക്കുമെന്നാണ് ഭീഷണി. ലബനനിലും ഇസ്രായേൽ സമാനമായി അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നത് തുടരുകയാണ്. ചൊവ്വാഴ്ച ബൈറൂത്ത് വിമാനത്താവള പരിസരത്ത് ആക്രമണം നടന്നു. UN സമാധാന സൈനികരെയും ഇസ്രായേൽ വധിച്ചിരുന്നു. അതിനിടെ ഹോർമുസ് വഴി കടന്നുപോകുന്ന എല്ലാ കപ്പലുകളും ചുങ്കം നൽകണമെന്ന തീരുമാനം ഇറാൻ ഔദ്യോഗികമാക്കിയിട്ടുണ്ട്. ചരക്കു കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കാനുള്ള നീക്കത്തിന് ഇറാൻ പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അപ്പോഴും US ഇസ്രായേൽ എന്നിവയ്ക്കും അവരുടെ സഖ്യരാജ്യങ്ങൾക്കും യാത്ര വിലക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.